നാട്ടുകാരെ, നാട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ, അറിഞ്ഞില്ലേ? ബഹളമൊന്നുമല്ല, നാടകം, നാടകം, തെരുവ് നാടകം. ബാലവേലയ്ക്കെതിരെയുള്ള തെരുവ് നാടകം ഇപ്പോ ഇവിടെ നമ്മുടെ തോന്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു. നിനക്കും കാണാം, എനിക്കും കാണാം, നമുക്ക് എല്ലാവർക്കും കാണാം. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇതിലെല്ലാം പറ്റും. അച്ഛനെ കൊണ്ട് മേടിക്കാൻ പറ്റിയ പാടി എനിക്കേ അറിയാം. ഞാൻ നോക്കട്ടെ. എനിക്ക് ഇതാ വേണം. ഇതുപോലത്തെ എങ്ങനെ സംഘടിപ്പിക്കാനാ? ഇതിന്റെ കഷ്ടപ്പാടൊന്നും പറയാതിരിക്കണതാ നല്ലത്. നോക്കിയതൊക്കെ മതി, ക്ലാസ്സിൽ പോരെ. നിർജീവമായിരുന്നു അവന്റെ മുഖത്തേക്ക് വീണ്ടും വിരൽ ചൂണ്ടിക്കൊണ്ട് ക്രിസ്ത്യൻ പറഞ്ഞു, എന്തൊരു സംസാരമാ. അവിടെ എന്താ? അതെ, പേന ചോദിച്ചതാ. എന്ത് പേന? പേന ചോദിക്കാൻ അവനിവിടെ ഒന്നും എഴുതുന്നില്ലല്ലോ. ഓരോ ദിവസം ഓരോ ഉടാക്കോ ചെറിയിക്കോളും. ഇന്നലെ ബുക്കായിരുന്നു, ഇന്ന് പേന. ഒരു തരത്തിലും മറ്റുള്ള കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്നാലോ സ്വന്തമായിരുന്നു പഠിക്കുകയില്ല. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായില്ലേ? ഇന്നത്തെ ഈ പാഠം തീർക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ ഇടയിൽ കൂടെ ഓരോ നിറയിക്കോളും. എന്താ സാറ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാന്നേ? ആ വിഷ്ണു ഇല്ലേ? 8 ജിയിൽ പഠിക്കുന്ന അവൻ തന്നെ. അവൻ എഴുതാനും വായിക്കാനൊക്കെ അറിയാം, പക്ഷെ ഒരു വക പഠിക്കത്തില്ലെന്നേ. ഇന്ന് ഈ പാഠം തീർക്കാന്ന് പറഞ്ഞ ക്ലാസ്സിൽ ചെന്നതാ. ഭയങ്കര ബഹളം. ഒരു തരത്തിലും മറ്റുള്ള കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കില്ല. ഇനി അവന് ശരിയാക്കാൻ എന്തൊരു ഐഡിയ ഉണ്ട് സാറേ? നമുക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാൻ സാറേ. നോക്കാം. എന്താ അളിയാ, ഇന്ന് കളിക്കാൻ ഇറങ്ങിയില്ലേ? അളിയാ, ഒരു മൂടില്ലടാ. ക്ലാസ്സിലാണ് കളിച്ച ഒരു വാച്ചാണ് ഷോ എന്ന് വെച്ചാൽ അങ്ങേറ്റോ. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇപ്പൊ നടക്കും. അളിയാ, ആ മറ്റോമാരെ വല്ല പണമുള്ള വീട്ടിലായിരുന്നെങ്കില് മോട്ടിക്കാൻ വിചാരിച്ചാ അതിനുള്ള ധൈര്യവും ഇല്ല. നിനക്കിപ്പോ എന്താ വേണ്ടേ? മാട്ടൊക്കെ കാശ് വേണം. എങ്ങനെ? നമ്മള് വലിയ ഗ്രൗണ്ടിന് വീട്ടിൽ പടക്ക കമ്പനി ഇല്ലേ, അവിടെ സമയത്തിനനുസരിച്ചാ പൈസ. നീ എവിടെ പോകുന്നുണ്ടോ? ഞാൻ പോയില്ല, പക്ഷെ എന്റെ ചേട്ടൻ പോയി. നമുക്ക് നോക്കിയാലോ? പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇവിടെ നല്ലത് അടിച്ചു മാറ്റിയാൽ ഞാൻ പോലീസിൽ വിളിച്ചേൽപ്പിക്കും. അങ്ങോട്ട് ചെല്ല്. ദാസപ്പാ, കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഞാൻ വന്നേക്കാം. അല്ല മുതലാളി, ഇതൊരു പീഡ ചെറുക്കനാണല്ലോ. അത് കുഴപ്പമില്ല, കുറച്ചെന്തെങ്കിലും കൊടുത്താൽ മതിയാകും. നമുക്ക് നന്നായി പണിയെടുപ്പിക്കാം. ഞാനൊന്നും ഇല്ലേ. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സ്റ്റാഫ് ക്ലാസ് മുറി. ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവില്ല. ആദ്യം വൈകി വരലായിരുന്നു, ഇപ്പോഴാണെങ്കിലോ ആരും നേരില്ല. വീട്ടിൽ വിളിച്ചാലാണെങ്കിൽ ഫോൺ എടുക്കില്ല. പാരന്റ്സ് മീറ്റിങ്ങിന് വീട്ടിൽ നിന്ന് ആരും വരികയുമില്ല.
നിങ്ങൾ ആരെങ്കിലും വെളിയിൽ വെച്ച് വിഷ്ണുവിനെ കാണാറുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ടെന്ന് കേട്ടു. എന്ത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പണിക്ക് പോകുന്നുണ്ടോ? എന്നോട് കാവിലെ ഉത്സവത്തിന് വന്നപ്പോ പറഞ്ഞതാ. നമുക്ക് നോക്കാം. രംഗം 7 HMD ഓഫീസ്. എനിക്ക് വയ്യ. സാർ അന്വേഷിച്ചായിരുന്നോ? കേട്ടോ സത്യം തന്നെയാണോ? അതെ സാർ, ഞാൻ വേറെയും അന്വേഷിച്ചായിരുന്നു. അവിടെ വേറെയും പല കുട്ടികളെ പണിക്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. കുട്ടികളാകുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ, വിരട്ടി നിർത്താം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ചൈൽഡ് ഹെൽത്തിനെ കോൾ ചെയ്യാം സാർ. ശരി. കുറച്ച് സമയത്തിന് ശേഷം എന്തായി സാറേ? സാർ, ഞാൻ ചൈൽഡ് ഹെൽത്തിനെ കോൾ ചെയ്തിരുന്നു. അവർ പറഞ്ഞത് പ്രകാരം ഇത് ലേബർ ഓഫീസറാണ് കൈകാര്യം ചെയ്യേണ്ടത്. എന്നിട്ട് അവർ സ്കൂളിൽ എത്താമെന്ന് അറിയിച്ചു. അത് കഴിഞ്ഞ് അവർ കുട്ടിയുടെ വീട്ടിൽ പോകുമെന്നാണ് അറിയിച്ചത്. കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാനും കൂടെ പോകാമല്ലേ സാർ? അതെ, സാർ കൂടെ പോകണം. എല്ലാം നേരിട്ടറിയണം. ഓക്കെ സാർ. രംഗം 8 വീട്. സാറേ, എനിക്കിതൊന്നും അറിയില്ല സാറേ. അവർ രാവിലെ സ്കൂളിലേക്ക് തന്നെ പോകും. സ്കൂൾ വിടുന്ന സമയത്ത് തിരിച്ചു വരും. എനിക്ക് വേറെ ഒന്നും അറിയില്ല സാറേ. കുട്ടി കുറെ ദിവസമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ല. വീട്ടിൽ വിളിച്ചാലാണെങ്കിലോ താങ്കൾ ഫോൺ എടുക്കുകയുമില്ല. ഈ തന്ന അഡ്രസ്സോ കൃത്യമല്ല. ഇത് തന്നെ വേറൊരു കുട്ടിയുടെ കൈവശം നിന്ന് വാങ്ങിയതാണ്. ഇത് വാടക വീടാ സാറേ. അഡ്രസ്സ് ഞങ്ങളുടെ കുടുംബ വീടിന്റെയാ. ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളുടെ കുട്ടി ഇവിടെ അടുത്തുള്ള പടക്ക കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നാണല്ലോ. ദൈവമേ, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവന്റെ അച്ഛന് സുഖമില്ലാത്തതാണ്. ഞാൻ തൊഴിലുറപ്പിന് പോയാ ഞങ്ങളിവിടെ കഴിഞ്ഞു കൂടുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്കുന്നത് ശിക്ഷാർഹമാണ്. സാറേ, എനിക്കിതൊന്നും അറിയില്ല സാറേ. രംഗം 9 പടക്ക കമ്പനി. ഇതായിരിക്കണം ആ സ്ഥലം. ദാ വിഷ്ണു, അയ്യോ അമ്മേ, അമ്മ എന്താ ഇവിടെ? നീ സ്കൂളിലേക്ക് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ? ഈ കടയുടെ ഉടമ ആരാ? ആരാത്? ഞാൻ ജില്ലാ ലേബർ ഓഫീസർ. ഇവിടെ ജോലി ചെയ്യുന്ന ആളുടെ രജിസ്റ്റർ എവിടെ? അത് പിന്നെ അങ്ങനെയൊന്നുമില്ല സാർ. ഇല്ലേ? കാരണം ഇവിടെ സ്ഥിരമായി നിൽക്കുന്നവരായിട്ട് അങ്ങനെ ആരുമില്ല. എന്തുകൊണ്ട്? കാരണം ഇവിടെ അങ്ങനെ സ്ഥിരമായി നിൽക്കാൻ അവർക്ക് പ്രത്യേകിച്ച് രേഖകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഹലോ, അതുകൊണ്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എത്താൻ ജോലിക്ക് വെക്കുമോ? അത് പിന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അവന്റെ സ്കൂൾ വിദ്യാഭ്യാസമല്ല കഴിഞ്ഞെന്നാ. താൻ അപ്പൊ രേഖകളൊന്നും നോക്കിയില്ലേ? അങ്ങനെ രേഖകളൊന്നും ഇവിടെ നോക്കാറില്ല സാർ. എന്നാ കേട്ടോ, ഇവൻ 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ബാലവേല നിരോധന നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്കെടുക്കുന്നത് ശിക്ഷാർഹമാണ്. കൂടാതെ ഇയാൾക്കെതിരെ 2 വർഷം തടവും 50,000 രൂപ കഠിന പിഴയും ഉണ്ടായിരിക്കുന്നതാണ്. കേസ് ജാമ്യം ലഭിക്കാത്ത കുറ്റമായതിനാൽ ഇയാൾ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അല്ല സാറേ, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് വാറന്റ് എവിടെ? മിസ്റ്റർ, ഈ കേസിൽ നിങ്ങൾ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വാറന്റിന്റെ ആവശ്യമില്ല. സാർ, ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. നടക്കണം. പറ്റില്ല സാർ. എടാ, എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യാൻ പോയ? നിനക്ക് വീട്ടിൽ വല്ല ഭക്ഷണത്തിന്റെ വല്ല കുറവുണ്ടോ? ഭക്ഷണത്തിന് കുറവൊന്നുമില്ല. ഞാൻ എത്ര നല്ല വാച്ച് ചെയ്തതാണ് നിങ്ങൾ വാങ്ങി തന്നാ? എടാ മോനെ വിഷ്ണു, സ്മാർട്ട് വാച്ച് വാങ്ങാനേ ഇങ്ങനെ ജോലിക്ക് പോകാൻ നിന്നാൽ അത് മാത്രമേ നടക്കൂ. എന്നാൽ ആ സമയം കൊണ്ട് വല്ലതും പഠിച്ച് ഒരു ജോലി നേടിയാൽ എനിക്ക് നിന്റെ അച്ഛനും അമ്മയും നോക്കി സുഖമായി ജീവിക്കാം. അത് പോരാതെ നിന്റെ അകങ്ങളെല്ലാം നടത്തുകയും ചെയ്യാം. അതിനായി മോനെ നീ എന്ത് ചെയ്യണം? സാർ, ഇത്രയും പക്ഷേ ഗുരുതരമോനെ അറിയില്ല. നാളെ മുതൽ മുടങ്ങാതെ സ്കൂളിൽ വരാം. അത് കുഴപ്പമില്ല. മോന്റെ തെറ്റ് മനസ്സിലാക്കിയല്ലോ. വെരി ഗുഡ്.